അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് കുടുംബത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ആയിഷ ബീവിയോട് ചോദിക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുകയാണ്, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, സ്വന്തം കുടുംബത്തെ സഹായിച്ചുകൊണ്ട് നിലകൊണ്ടിരുന്നു ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ കുടുംബത്തെ സഹായിക്കുമായിരുന്നു, ഭാര്യയെ സഹായിക്കും, അടുക്കളയിൽ സഹായകമായി വർത്തിക്കുമായിരുന്നു. ആര് പറയാ? ആയിഷ ബീബി റളിയല്ലാഹു തആല. ആയിഷ ബീബി പറയാൻ എപ്പോഴും കുടുംബത്തെ സഹായിക്കുമായിരുന്നു, കുടുംബത്തെ സഹായിച്ചുകൊണ്ട് തന്നെ നിലകൊള്ളുമായിരുന്നു. ആര്? ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ വാപ്പായും ഉമ്മായോടും ഹക്കിടപാടുണ്ടെന്ന് പറയുകയും അവരുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് നീ എപ്പോഴും അവിടെ ഉണ്ടാവണം. അപ്പയും ഉമ്മയെ സഹായിക്കുന്നതിനോടൊപ്പം നിന്റെ ഭാര്യയെ നീ മറക്കരുത്, അവരോടുള്ള കടപ്പാട് മറക്കരുത്. ലോകത്തെ ഏറ്റവും വലിയ കുറ്റവാളി ആരാണ് എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ നബി കൊടുത്തത് സ്വന്തം ഭാര്യയും കുടുംബത്തെയും പട്ടിണിക്കിടുന്നവനാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. വിവാഹം കഴിഞ്ഞ് 2-3 മക്കളാകുമ്പോ ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യയെ മറന്ന് മറ്റൊരു പെണ്ണിനെ തേടിപ്പോയി അവളുമായി സുഖമായ ജീവിതം നയിച്ച് ആദ്യ ഭാര്യയും അവരുടെ മക്കളെയും ഒക്കെ മറന്ന് രണ്ടാം ഭാര്യയോടൊപ്പം സുഖവാസ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളുണ്ട് എങ്കിൽ അറിഞ്ഞു വെക്കൽ ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടി നീയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനത്തെ ആളുകളില്ലേ കേരളത്തിൽ? ആദ്യ ഭാര്യ അവളുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ഭാര്യ മറന്ന് മറ്റൊരു പെണ്ണിനെ തേടിപ്പോൻ, അവളുമായി 2-3 മക്കളായി കഴിയുമ്പോ പിന്നെ അടുത്ത പെണ്ണിനെ തേടിപ്പോൻ. ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളിയാണ് നീ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കഫാ ബിൽ മർഇ ഇസ്മൻ അയ്യുദയ്യ മൻ യഖൂത്, ചെലവ് കൊടുക്കേണ്ടവർക്ക് ചെലവ് കൊടുക്കാതെ ഒളിച്ചു കളിക്കുന്നവൻ, അവരെ പാഴാക്കി കളയുന്ന ആള് എന്നിൽപ്പെട്ടവനല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഏറ്റവും വലിയ കുറ്റവാളിയാണ്, ഏറ്റവും വലിയ കുറ്റവാളിയാണ്. അപ്പൊ ഭാര്യയെ പരിഗണിക്കണം, അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ പരിഗണിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു അനുയായി കടന്നു വന്നു, മുആവിയത്ത് ബിൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു. നബിയുടെ അടുക്കൽ കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് പരിശുദ്ധമായ ജിഹാദ് അവിടുത്തോടൊപ്പം ചെയ്യണം, എനിക്ക് അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ജിഹാദ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തെ വരണം, യുദ്ധത്തിന് വരണം. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അഹയ്യുൻ വാലിദതുക, എന്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ഉടനെ മുആവിയ ജാബിർ റളിയല്ലാഹു തആല പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, എന്റെ വാപ്പയെ മരിച്ചിട്ടുള്ളൂ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മയുണ്ട്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി, ഫഫീഹാ ജാഹിദ്, നീ നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് പോയി ഖിദ്മത്ത് എടുക്കലാണ് നിനക്ക് സ്വർഗ്ഗം കരഗതമാക്കാൻ ഉപകരിക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ട ബദർ യുദ്ധത്തിന് വേണ്ടി വരാൻ വേണ്ടി അനുവാദം ചോദിച്ച സ്വഹാബിയോട് നബി തങ്ങൾ കൊടുത്ത മറുപടിയാണ്. യുദ്ധത്തിന് ആളെ വേണം. അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി, നീ അവിടേക്ക് വരുന്നതിനേക്കാൾ ഉത്തമം നിന്റെ പ്രിയപ്പെട്ട മാതാവ് രോഗശയ്യയിൽ കിടക്കാൻ, ആ മാതാവിനെ നോക്കി ശുശ്രൂഷിക്കലാണ്, അതിലൂടെ നിനക്ക് സ്വർഗ്ഗം കരഗതമാക്കാൻ പറ്റും. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്, മാതാപിതാക്കളുടെ കാൽ കീഴിലാണ് സ്വർഗ്ഗമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളിൽ ആരാണ് സഹോദരങ്ങളെ, മാതാപിതാക്കളെ ശരിക്കും നോക്കിയിട്ടുള്ളവർ? ഇരിക്കുന്ന യുവാക്കളിൽ അധിക ആളുകളും മാതാപിതാക്കളെ വേദനിപ്പിച്ചവരല്ലേ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വാക്കുകൊണ്ട് വേദനിപ്പിക്കാത്തവരുണ്ടോ? എത്രയോ ആളുകൾ കൈകൊണ്ട് അടിച്ചിട്ടുണ്ട്, എത്രയോ ആളുകൾ ഇടിച്ചിട്ടുണ്ട്, എത്ര ആളുകൾ തൊഴിച്ചിട്ടുണ്ട്, എത്ര ആളുകൾ നാവ് കൊണ്ട് മോശത്തരം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എല്ലാവരും ബക്കറ്റൂരൊന്ന് കാര്യക്ഷമമാക്കുക. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, നമ്മളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂലാക്കണേ അല്ലാ, പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ, മക്കളെ സ്വാലിഹീങ്ങളിൽ ആബിദീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും സർവ്വത്തുകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. ഈ നൽകപ്പെടുന്ന സദഖകൾ നാളെ പാരത്രിക ലോകത്തെ വിജയത്തിന് നിദാനമാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിനാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ.
ഞങ്ങളെയും അവരെയും സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാഹു സ്വീകരിക്കട്ടെ. തങ്ങൾ പറഞ്ഞു, നിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ കാൽക്കീഴിലാണ് സ്വർഗമുള്ളത്. ഉമ്മയുടെ അടുക്കൽ പോയി നീ ജിഹാദ് ചെയ്യണേ, അഥവാ ഉമ്മാക്ക് ഖിദ്മത്തെടുക്കാൻ പരിശ്രമിക്കണേ, അതാണ് നിനക്ക് ഉത്തമമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മാതാപിതാക്കളെ കരയിക്കത്തെ എത്ര ആളുകളാണ്, എത്ര ചെറുപ്പക്കാർ, എത്ര മക്കള്. വീട്ടിൽ എപ്പോഴും പ്രശ്നമാണ്. എത്രയോ സഹോദരിമാര് ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, ഉസ്താദേ എന്റെ മകനൊന്ന് നന്നാകാൻ വേണ്ടി, സാലിഹാകാൻ വേണ്ടി ദ്വാരക്കണം. അവന്റെ കള്ളുകുടി, അവന്റെ അശ്ലീലത, എപ്പോഴും മൊബൈൽ ഫോണുമായിട്ടുള്ള ഇരിപ്പ്. നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയാണ്, പെട്ടെന്ന് അവന് മാനസികമാകുന്ന വിഭ്രാന്തി, പ്രയാസം, ഒന്നും തലയിൽ കയറുന്നില്ല. മൊത്തത്തിൽ അവനാകെ പ്രശ്നങ്ങളാണ്. ഒന്ന് ദ്വാരക്കണം. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. മാതാപിതാക്കളെ കരയിച്ചാൽ വളരെ വേദനിക്കേണ്ടി വരും. പാരത്രിക ലോകം ഖേദമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മിനൽ കബായിരി ബുകാഉൽ വാലിദൈൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സ്വഹാബ മാതാപിതാക്കളെ കരയിക്കൽ വൻ പാപത്തിൽ പെട്ടതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ചെറിയ വിഷയങ്ങളുടെ പേരിൽ മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നവരില്ലയോ, അവരെ ശകാരിച്ചവരില്ലയോ, അവരെ തെറി വിളിച്ചവരില്ലയോ, അവരെ കൈകൊണ്ട് മർദ്ദിച്ചവരില്ലയോ, കാലുകൊണ്ട് ചവിട്ടിയവരില്ലയോ, നാവുകൊണ്ട് അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞതായ മക്കളില്ലയോ, അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് തൗബ ചെയ്യണേ. ഇല്ലെങ്കിൽ അദാബാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, 3 കൂട്ടരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമേ. 3 ദഅവാത്തിൻ മുസ്തജാബ. 3 കൂട്ടർ ദുആ ചെയ്താൽ അല്ലാഹു തള്ളിക്കളയുമില്ല സഹബ. അതിൽ ആദ്യമായി റസൂലുള്ളാഹി പറഞ്ഞത് ദഅവത്തുൽ വാലിദി അലൽ വലദി. മാതാപിതാക്കൾ മക്കൾക്ക് എതിരായി ദുആ ചെയ്താൽ, എന്റെ മകൻ നശിക്കണേ എന്ന് ദുആ ചെയ്താൽ, എന്റെ മകൻ നാശമായി പോകണേ എന്ന് ഒരു ഉമ്മ ദുആ ചെയ്താൽ അത് അല്ലാഹു സ്വീകരിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 9 മാസം ഗർഭം ചുമന്ന ഉമ്മയല്ലയോ, 2 വർഷത്തോളം നിനക്ക് മുലപ്പാല് തന്ന പ്രിയപ്പെട്ട ഉമ്മയല്ലയോ, നിന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയല്ലയോ, ആ ഉമ്മയെ ചവിട്ടല്ലടാ, ഉമ്മയെ ശകാരിക്കല്ലടാ, ഉമ്മയെ ചീത്ത വിളിക്കല്ലടാ, ഉമ്മയെ തെറിവിളിക്കല്ലടാ. നിന്നെ പ്രിയപ്പെട്ട മാതാവിനെ നീ ചീത്ത വിളിച്ചിട്ടുണ്ട് എങ്കിൽ ഈ സദസ്സ് പൂർണ്ണമായി കഴിഞ്ഞാൽ ഓടിച്ചെന്നുകൊണ്ട് മാതാപിതാക്കളുടെ അടുക്കൽ ചെന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാ പറയണേ. ഇല്ലെങ്കിൽ ആഖിബത്ത് മോശമാണ്, അന്ത്യം മോശമാണ്. ഈ ദുനിയാവിൽ നിന്ന് വിട പറയൽ മാത്രമല്ല, നാളെ ഖബറിലും നിനക്ക് അദാബാണ്. ഖബറിൽ പോലും നിനക്ക് സന്തോഷമില്ല, ഖബറിൽ പോലും അദാബുണ്ടാകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ നമസ്കരിച്ചിട്ട് മദീന പള്ളിയിൽ നിന്ന് ജന്നത്തുൽ ബഖീന്റെ ഭാഗത്തുകൂടി പുറത്തേക്ക് പോകവേ സുബ്ഹാനല്ലാഹ്, ഖബറിൽ നിന്ന് വിലാപം കേൾക്കുകയാണ്, ജന്നത്തുൽ ബഖീയിൽ നിന്ന് അലർച്ച കേൾക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് ചെല്ലുമ്പോ ഖബറിൽ നിന്ന് വല്ലാത്ത ശബ്ദം വരുകയാണ്, അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. അൽ അമാൻ അൽ അമാൻ
മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു സംരക്ഷണം നൽകണേ നബിയേ. എന്റെ ഖബറിലിതാ തീ കൊണ്ട് ശിക്ഷിക്കപ്പെടുകയാണ്. എന്നെ ഖബറിലാ തീ കൊണ്ട് ചുടപ്പെടുകയാണ്. എന്നെ ഒന്ന് രക്ഷിക്കണേ റസൂലേ. അന്നാറു മിൻ ഫൗഖി വന്നാറു മിൻ തഹ്തി. എന്റെ തലയ്ക്ക് മീതെ ചൂടാണ്, എന്റെ കാലിന്റെ ചുവട്ടിൽ നരകമാണ്. വന്നാറു അൻ യമീനി, എന്റെ വലത് ഭാഗത്ത് നരകമാണ്. വന്നാറു അൻ ശിമാലി, എന്റെ ഇടത് ഭാഗത്ത് നരകമാണ് റസൂലേ. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, നിർഭയത്വം നൽകണേ റസൂലേ, നിർഭയത്വം നൽകണേ റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ശബ്ദം കേട്ടാൽ ഉടനെ തന്നെ ആകാശ ലോകത്തേക്ക് ഖബറാളിയുടെ സംരക്ഷണത്തിന് വേണ്ടി റസൂലുള്ളാഹി ദുആ ചെയ്യാൻ തുനിയുമ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നിറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾ ദുആ ചെയ്യല്ലേ റസൂലേ. തങ്ങൾ ദുആ ഇരുന്നാൽ അല്ലാഹു സ്വീകരിക്കും. അതുകൊണ്ട് തങ്ങൾ ദുആ ഇരക്കല്ലേ റസൂലേ. ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന് ഇത്തരത്തിലുള്ള ദുആ വേദന കിട്ടാൻ കാരണം അവന്റെ മാതാവിന്റെ എതിരായുള്ള പ്രാർത്ഥനയാണ് റസൂലേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുമ്പോ പാതിരാത്രി സമയത്ത് സർവരും ഉറങ്ങിയിരിക്കുന്ന വേളയാണ്. മദീന മുഴുവനും ശാന്തമായ വേളയാ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് അബൂദറുൽ ഗിഫാരി അടക്കമുള്ള അനുയായികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അബൂദർ, അബൂദറേ നാദി ഫിന്നാസ്, ജനങ്ങളെ വിളിക്കണേ. വല്ല ഖാരിബിൽ മൗതാ الذين يدفنون في هذا المقابر. ഈ പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ബഖീൽ അടക്കം ചെയ്തപ്പെട്ടിട്ടുള്ള ആളുകളുടെ കുടുംബാദികളെ മുഴുവനും ഈ പാതിരാത്രി സമയത്ത് വിളിക്കണേ. സഹാബത്തോടുവയാ മദീന പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള ഓരോ കുടിലുകൾ ചെന്നുകൊണ്ട് മുട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നുണ്ട്. സഹാബത്ത് ഓടിച്ചെന്നുകൊണ്ട് പറയവേ പാതിരാത്രി സമയമായിട്ടും ജനങ്ങളെല്ലാം പുറത്തേക്ക് ഓടുകയാ. എല്ലാവരും ഓടി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. ഓരോരുത്തരും അതാത് കുടുംബാദികളുടെ ഖബറിന്റെ സ്ഥാനത്ത് നിലകൊള്ളവേ അല്ലാഹുവിന്റെ റസൂൽ താൻ നിൽക്കുന്ന ഖബറിന്റെ ഭാഗത്ത് നിന്ന് ഈ ഖബറിന്റെ അടുക്കലേക്ക് ആരാണ് വരുന്നത് എന്ന് നോക്കുമ്പോ ജാഅതു ഇംറാത്തുൻ മുതവക്കിയതൻ അലാ സഹാ, ഒരു പാവപ്പെട്ട പടുവൃദ്ധയായ ഒരു ഉമ്മ ഒരു വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് മദീന പള്ളിയുടെ ചാരത്തോട്ട് നടന്നു വരുകയാ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ പറഞ്ഞേക്കുകയാണ്, സ്വഹാബത്തെ ആ ഉമ്മയെ വിളിച്ചുകൊണ്ട് വരുകയാ. ഉമ്മ ഖബറിന്റെ സമീപത്ത് വന്ന് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ആരാണ് ഉമ്മ ഈ ഖബറിൽ കിടക്കുന്നത്? ഈ ഖബറിൽ കിടക്കുന്നത് ആരാണ് ഉമ്മ? അപ്പോഴാണ് ഉമ്മ പറയുന്നത്, ഹദായിബിനി വഖുറത്തു ഐനി യാ റസൂലല്ലാഹ്. ഇതെന്റെ കണ്ണിന്റെ കുളിർമയാണ്, ഇതെന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ്, ഇതെന്റെ രോമാഞ്ചമാണ്, ഇതെന്റെ പരിശുദ്ധമായ പൊന്നുമോനാ, ഇതെന്റെ പൊന്നുമോനാണ് റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ഉമ്മയോട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ
നിങ്ങളുടെ മകനിതാ ഖബറിൽ തീ കൊണ്ട് ശിക്ഷിക്കപ്പെടുകയാണ്, ഇവനെ രക്ഷിക്കണേ എന്ന് പറയുമ്പോ ഉമ്മ പറയുകയാണ്, ഇല്ല റസൂലേ, ഇവന് വേണ്ടി ഞാൻ ദുആ ചെയ്യുകയില്ല, ഇവന് ഞാൻ എതിരായി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് കാരണം അന്വേഷിച്ചപ്പോ ഉമ്മ പറയുകയാണ്, എന്റെ പൊന്നുമോൻ കള്ളു കുടിക്കും നബിയേ. ഈ ഖബറിൽ കിടക്കുന്ന പൊന്നുമോൻ കള്ളു കുടിക്കുന്നവനാണ്, ലഹരി നുണയുന്നവനാണ്, കഞ്ചാവിനടിമപ്പെട്ട കാസർഗോഡുള്ള ചെറുപ്പക്കാരുള്ള കാലഘട്ടമല്ലയോ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോ മുതൽ BA-ക്കും +2-നും പഠിക്കുന്ന തലങ്ങൾ വരെ പഠിക്കുന്ന മക്കളിതാ കഞ്ചാവിനടിമപ്പെട്ടിരിക്കുകയാണ്. പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, എന്റെ മകൻ കള്ളു കുടിക്കുന്നവനാണ്, ലഹരി നുണയുന്നവനാണ്. റസൂലേ, ദഖല അലയ്യ യൗമാ, ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് അവൻ കടന്നു വന്നു. വഹുവ സക്കറാ, കള്ളു കുടിച്ചുകൊണ്ടാണ് കടന്നു വന്നത്. യാ റസൂലല്ലാഹ്, കള്ളുകുടിച്ച് ലക്കും ലഗാനമില്ലാതെ കടന്നു വന്ന ഇവൻ ഫളറബനി ളറബൻ ശദീദാ, അതിശക്തമായി എന്നെ അടിച്ചു നബിയേ, എന്നെ അടിച്ചു നബിയേ, എന്നെ തൊഴിച്ചു നബിയേ, എന്നെ ശകാരിച്ചു നബിയേ. എന്നെ അടിച്ചതിലല്ല പ്രശ്നം, എന്നെ തൊഴിച്ചതിലല്ല പ്രശ്നം, അതെല്ലാ ദിവസവും ഇവൻ ചെയ്യുന്നതാണ്. ഫകസറ യദി യാ ഇവന്റെ ജന്മം നൽകിയ പ്രിയപ്പെട്ട ഉമ്മയാണ് ഞാൻ, ഇവനെ താരാട്ട് പാടി ഉറക്കിയവനാണ് ഞാൻ. ഇവന് വിഷമം വന്നപ്പോ, ഇവന് പനി വന്നപ്പോ, ഇവന് ജലദോഷം വന്നപ്പോ ഇവന്റെ കൂടെ പനിച്ചു കിടന്നുകൊണ്ട് ഇവനോടൊപ്പം ഉറക്കമുളച്ച് കിടന്നവനാണ് ഞാൻ. 2 വർഷത്തോളം മുലകൂട്ടി ഇവൻ എന്റെ മാതാവെന്ന പരിഗണന പോലും ഇല്ലാതെ എന്റെ ഇടത് കൈ ഇവൻ തിരിച്ചു ഒടിച്ചു കളഞ്ഞ നബിയേ. ഫകസറ യദി യാ റസൂലല്ലാഹ്, എന്നെ അടിച്ചു എനിക്ക് പ്രശ്നമല്ല, എന്നെ തൊഴിച്ചു എനിക്ക് പ്രശ്നമല്ല, എന്നെ ചീത്ത വിളിച്ചു ഞാനതെല്ലാം കേട്ടു നിന്ന് നബിയേ. ഫകസറ യദി യാ റസൂലല്ലാഹ്, എന്നെ ചവിട്ടിക്കടത്തി എന്റെ തലയിൽ അവൻ ചവിട്ടി കാലുകൊണ്ട് വെച്ച് എന്റെ ഇടത് കൈ തിരിച്ചു ഒടിച്ചു പച്ചക്കൊടിച്ചു കളഞ്ഞു. വേദന കൊണ്ട് പൊളഞ്ഞപ്പോ ഞാനിവനെ എതിരായി ദുആ ചെയ്തു പോയി നബിയേ. ഫഖുൽതു, ഞാൻ എതിരായി കൊണ്ട് പറഞ്ഞു, ലാലാ റളിയല്ലാഹു അൻക, ലാലാ റളിയല്ലാഹു അൻക, അല്ലാഹു നിനക്ക് പൊറുത്തു തരാതിരിക്കട്ടടാ, പടച്ചറബ് നിനക്ക് ഒരു കാലത്തും പൊറുത്തു തരാതിരിക്കട്ടടാ എന്ന് ഞാനിവനെ ശാപമാക്കി ഏറ്റുകൊണ്ട് പറഞ്ഞു നബിയേ. ഞാനിവനെ ശപിച്ചു പോയി റസൂലേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഉമ്മ പറഞ്ഞപ്പോ ഫബകാ ബുകാൻ ശദീദാ, അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഈ ഉമ്മയുടെ വർത്തമാനം കേട്ടുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മ പൊരുത്തപ്പെട്ടു കൊടുക്കണേ ഉമ്മ, ഇർഹമീ തുർഹമീ, നിങ്ങളൊന്ന് കരുണ ചെയ്താൽ നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു നിങ്ങൾക്ക് കരുണ വർഷിക്കുമേ. ഈ പാവപ്പെട്ട പൊന്നുമോന് ഒന്ന് കരുണ ചെയ്യണേ ഉമ്മ, കരുണ ചെയ്യണേ ഉമ്മ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മയിതാ ഖബറിന്റെ സമീപത്തേക്ക് തന്റെ കാതിതാ കൊണ്ടുപോയ കാത് ഖബറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കേൾക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്, അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ ഹബീബല്ലാഹ്. സുരക്ഷ നൽകണേ റസൂലേ, രക്ഷപ്പെടുത്തണേ റസൂലേ,
ഈ ഖബറിൽ എനിക്ക് ശിക്ഷയാണ്, അല്ലാഹുവിന്റെ അദാബാണ്, അദാബാണ്. എന്റെ ഉമ്മയോട് ഞാൻ അക്രമം ചെയ്തു, ഞാൻ കള്ളു കുടിച്ചുകൊണ്ട് എന്റെ ഉമ്മയുടെ കൈപിടിച്ച് തിരിച്ചു ഓടിച്ചു കളഞ്ഞു റസൂലേ, പൊരുത്തപ്പെടണേ റസൂലേ. ഇന്ന് ഖബറിൽ ഇതാ നരകീയ ശിക്ഷയാണ്, ശിക്ഷയാണ്. കാസർഗോഡുള്ള ചെറുപ്പക്കാരാ, ഉമ്മയെ ചീത്ത വിളിച്ച സഹോദര, ഉമ്മയെ ശകാരിക്കുന്ന പൊന്നുമോളെ, ഉമ്മാക്ക് വേണ്ടി ഖിദ്മത്തെടുക്കാതെ ഉമ്മാക്ക് വേണ്ടി പോത്ത് പോർവിൽ നടത്തിയവരെ, പാവപ്പെട്ട ഉമ്മയെ ചീത്ത വിളിച്ചവരെ, ഉമ്മയുടെ മുഖത്തടിച്ചവരെ, ഉമ്മയുടെ കവിളത്തടിച്ചവരെ, ഉമ്മയെ ശകാരിച്ചവരെ, ഉമ്മയെ വൃദ്ധസദനത്തിൽ തള്ളിയിട്ടവരെ, കല്യാണ സുദിനത്തിലോ ജീവിത സന്തോഷത്തിന്റെ സമയത്തോ സ്വന്തം കുടുംബത്തിന്റെ പൂമുഖത്തേക്ക് പ്രായം ചെന്നവരെ കൊണ്ടുവന്ന് നിർത്താതെ അവരെ വീടിന്റെ അറകളിൽ പൂട്ടിയിട്ടുകൊണ്ട് സന്തോഷത്തിന്റെ നാളുകൾ നീക്കിയവരെ, അദാബാണ്, അദാബാണ്. ഖേദിക്കണേ, ഖേദിക്കണേ. അല്ലാഹുവേ, എനിക്കറിയില്ലായിരുന്നു അല്ലാ, പടച്ച റബ്ബേ, തെറ്റുപറ്റിപ്പോയ റബ്ബേ, അല്ലാഹുവിലേക്ക് ഈ സമയത്ത് നീ തൗബ ചെയ്യണേ സഹോദരാ, തൗബ ചെയ്യണേ പെങ്ങളെ, തൗബ ചെയ്യണേ സഹോദരി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആ ഉമ്മ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഞാൻ പൊരുത്തപ്പെട്ടു നബിയേ, ഞാൻ പൊരുത്തപ്പെട്ടു റസൂലേ. എന്റെ പ്രിയപ്പെട്ട മകന് ഞാനിതാ പരിപൂർണമായി പൊരുത്തപ്പെടുകയാണ് എന്ന്